വെൽക്കം ടു സ്പോർട്സ് ട്രാക്ക് ഓഫ് അവർ ചാനൽ റീഗ്രേസ് പ്ലസ്. ഇന്ന് നമ്മൾ IPL 2024-ൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്ക്വാഡ്, സ്ട്രോങ്ങസ്റ്റ് പ്രോബബിൾ 11, സ്ട്രെങ്ത്സ്, വീക്ക്നസ് എന്നീ ഡീറ്റെയിൽസാണ് പരിശോധിക്കുന്നത്. IPL-ൽ 5 തവണ കിരീടം ഉയർത്താൻ കഴിഞ്ഞ ടീമാണ് CSK. അതിനാൽ തന്നെ അവർക്ക് ഒരുപാട് ആരാധന പിന്തുണയുണ്ട്. 2010, 2011, 2018, 2021, 2023 വർഷങ്ങളാണ് CSK കിരീടം ചൂടിയത്. IPL എക്കാലത്തെയും ഇതിഹാസ താരമായ ധോണിയാണ് ചെന്നൈയുടെ വിജയങ്ങളുടെ പിന്നിലെ ബുദ്ധികേന്ദ്രം. ധോണിയുടെ വിരമിക്കൽ ഈ സീസണിൽ ചർച്ചയാവുമെന്നാണ് കരുതപ്പെടുന്നത്. ധോണിയാണ് ടീമിൻ്റെ എല്ലാം. ധോണിയുടെ താരമൂല്യവും ആരാധക പിന്തുണയും CSK സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. IPL 2024-ൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് CSK ഇറങ്ങാൻ പോകുന്നത്. ഓപ്ഷനിൽ ഒരുപിടി നല്ല കീ പ്ലെയേഴ്സിനെ അവർക്ക് വാങ്ങാൻ സാധിച്ചിരുന്നു. ന്യൂസിലാൻഡ് രച്ചിൻ രവീന്ദ്ര, ഡാരി മിച്ചൽ, ഇന്ത്യയുടെ ഷർദുൽ താക്കൂർ മുതലായവർ ഉദാഹരണമാണ്. ഗംഭീര ടീമുമായി ഇറങ്ങുന്ന CSK കിരീടം നിലനിർത്താനുള്ള നല്ല സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. സീസണിലെ പകുതി മത്സരങ്ങൾ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെക്പോക്സ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. പൊതുവെ സ്പിൻ ബൗളിങ്ങിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ CSKയ്ക്ക് ആവട്ടെ മികച്ച സ്പിൻ ബോളിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്പിൻ ബോളിംഗ് കളിക്കുന്ന ബാറ്റ്സ്മാൻമാരും ഉണ്ട്. വരുന്ന സീസണിൽ CSKയുടെ ശക്തമായ പ്ലേയിങ് 11 എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. CSKയുടെ ഓപ്പണിംഗ് ജോഡികൾ ആരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യ ഓപ്പണർ ന്യൂസിലാൻഡ് ഡെവോൺ കോൺവോയ് ആയിരിക്കും. കഴിഞ്ഞ സീസണിൽ 650+ റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു. കൺസിസ്റ്റൻ്റായി സ്കോർ ചെയ്യാനും ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാനും കഴിയുന്ന മികച്ച താരമാണ് കോൺവോയ്. ഓപ്പണിംഗിൽ അടുത്ത താരം CSKയുടെ തന്നെ കണ്ടുപിടുത്തമായ ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും. 2023-ലും 2021-ലും അദ്ദേഹം 500+ റൺസ് സ്കോർ ചെയ്തിരുന്നു. ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റിലും കരുതലോടെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന താരമാണ് ഗെയ്ക്വാദ്. കോൺവോയ് ഗെയ്ക്വാദ് സഖ്യം വളരെ അപകടകാരികളാണ്. ഇന്നിംഗ്സ് ബിൽഡ് ചെയ്ത് പിന്നീട് കത്തിക്കയറാൻ സാധിക്കുന്ന സഖ്യമാണിത്. 2023-ൽ CSKയുടെ വിജയക്കുതിപ്പുകളുടെ പിന്നിലെ ഒരു കാര്യം ഈ സഖ്യമാണ്. 3-ാം നമ്പറിൽ രഹാനെയായിരിക്കും വരാൻ പോകുന്നത്. 4-ാം നമ്പറിൽ ശിവൻ ദുബെയായി കളിക്കാനാണ് സാധ്യത. രഹാനും ദുബെയും കഴിഞ്ഞ സീസണിൽ നല്ല പെർഫോമൻസാണ് പൊതുവെ കാഴ്ചവെച്ചത്. 5-ാമനായി പുതുതായി കൊണ്ടുവന്ന ന്യൂസിലാൻഡ് ഓൾറൗണ്ടർ ഡാരി മിച്ചൽ വരാനാണ് നമ്മൾ കാണുന്ന സാധ്യത. ഇത് CSKയുടെ മിഡിൽ ഓർഡർ സ്ട്രെങ്ത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും. ഇവിടെ രച്ചിൻ രവീന്ദ്ര കളിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. 6-ാമനായി ഇന്ത്യയുടെ സ്പിൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ കളിക്കാനാണ് സാധ്യത. 7-ാമനായി സാക്ഷാൽ ധോണി ഇറങ്ങുന്നതോടെ ഫിനിഷിംഗ് പാർട്ട് ജഡേജയും ധോണിയും കൈകാര്യം ചെയ്യും. 8-9 സ്ഥാനങ്ങളിൽ ബോളിംഗ് ഓൾറൗണ്ടേഴ്സായ ഷർദുൽ താക്കൂർ, ദീപക് ചഹർ പ്ലേയിങ് 11-ൽ വരാനാണ് സാധ്യത. ഇത് CSKയുടെ ലോവർ മിഡിൽ ഓർഡർ ബാറ്റിംഗ് സ്ട്രെങ്ത് വളരെ ആഴമേറിയതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. 10-11 സ്ഥാനങ്ങളിൽ ശ്രീലങ്കയുടെ സ്പിൻ ബോളർ തീക്ഷ്ണയും ഫാസ്റ്റ് ബോളർ പതിരാനയും വരാനാണ് സാധ്യത. ഇനി ഇമ്പാക്ട് പ്ലേയേഴ്സിന് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല പ്ലേയേഴ്സ് CSKയ്ക്ക് ഉണ്ട്. ഉദാഹരണമായി ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ ഇമ്പാക്ട് പ്ലെയറാണ് വേണ്ടതെങ്കിൽ തുഷാർ ദേശ്പാണ്ഡെ, മുകേഷ് ചൗധരി മുതലായവർ നല്ല ഓപ്ഷൻസാണ്. ഒരു ഫോറിൻ പ്ലെയറാണ് വേണ്ടതെങ്കിൽ മുസ്തഫിർ റഹ്മാനും സാന്റ്നറും നല്ല ഓപ്ഷൻസാണ്. സമീർ റിസ്വി നല്ല ബാറ്റിംഗ് ഇമ്പാക്ട് പ്ലെയറാണ്. ഇമ്പാക്ട് പ്ലെയർ ആരെ ചൂസ് ചെയ്യുമെന്നത് കുറച്ച് ആശയക്കുഴപ്പം പിടിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ന്യൂസിലാൻഡ് സെൻസേഷൻ ആയ രച്ചിൻ രവീന്ദ്രയെ പ്ലേയിങ് 11-ൽ എവിടെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഡാരി മിച്ചലിന് പകരമോ ഒരു ഫോറിൻ ബോളർ അവോയ്ഡ് ചെയ്ത് രച്ചിൻ രവീന്ദ്രയ്ക്ക് ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഇനി CSKയുടെ സ്ട്രെങ്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. CSKയുടെ ഓപ്പണിംഗ് ജോഡികൾ അവരുടെ ഒരു കീ സ്ട്രെങ്ത്താണ്. അവരാണ് അവർക്ക് എപ്പോഴും നല്ലൊരു അടിത്തറ നൽകുന്നത്. മികച്ച ബാറ്റിംഗ് നിരയാണ് CSKയുടെ അടുത്ത പ്രത്യേകത. അതിനാൽ തന്നെ ബാറ്റിംഗ് ഡെപ്ത് നമുക്ക് കാണാൻ കഴിയും. ആദ്യ 9 പ്ലെയേഴ്സും ബാറ്റിങ്ങിൽ മത്സരത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പ്ലെയേഴ്സാണ്. അവർ ലോവർ മിഡിൽ ഓർഡർ ബാറ്റിങ്ങും വളരെ സ്ട്രോങ് ആണ്. CSKയുടെ മധ്യനിര ബാറ്റിങ്ങും വളരെ കരുത്തുറ്റതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പ്ലേയിങ് 11-ലുള്ള ഒരുപാട് മികച്ച ഓൾറൗണ്ടേഴ്സിൻ്റെ സാന്നിധ്യമാണ്. ഇതിൽ തന്നെ ന്യൂസിലാൻഡ് ഡാരി മിച്ചൽ അല്ലെങ്കിൽ രച്ചിൻ രവീന്ദ്ര, ശിവൻ ദുബെ, രവീന്ദ്ര ജഡേജ, ഷർദുൽ താക്കൂർ, ദീപക് ചഹാർ മുതലായവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ മത്സരത്തെ ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരങ്ങളാണ്. മറ്റൊരു സ്ട്രെങ്തായി നമുക്ക് തോന്നുന്നത് സീസണിലെ പകുതി മത്സരങ്ങളും ചെന്നൈയിലെ പൊതുവെ സ്പിന്നെ തുണയ്ക്കുന്ന പിച്ചിലാണ്. CSKയ്ക്കാവട്ടെ ഒരുപാട് നല്ല സ്പിൻ ഓപ്ഷൻസ് ഉണ്ട്. CSKയ്ക്ക് നല്ല ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസും ഉണ്ട്. ഇതിനെല്ലാത്തിനും ഉപരിയായി സാക്ഷാൽ ധോണിയുടെ സാന്നിധ്യവും CSKയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധോണിയുടെ കഴിവ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നതോടെ CSK കിരീട ഫേവറേറ്റ്സ് ആകുന്നു. അവർ കിരീടം നിലനിർത്തിയാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി CSKയുടെ വീക്ക്നസ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയത്തക്ക വീക്ക്നസ് ഒന്നും നമുക്ക് പ്ലേയിങ് 11-ൽ കാണാൻ കഴിയില്ല. ഒരു പക്ഷേ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്ഡ് ബാക്കപ്പ് ബാറ്റ്സ്മാൻ്റെ ഓർ ഇമ്പാക്ട് പ്ലെയറിൻ്റെ കുറവ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പേസേഴ്സിൻ്റെ ബാക്കപ്പ് ഓപ്ഷനിൽ ഇത്തിരി കുറവുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഒത്തിരി നല്ല പ്ലേയേഴ്സ് ഉള്ളതിനാൽ പ്ലേയിങ് 11-ൽ എങ്ങനെ ചൂസ് ചെയ്യുമെന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസിലാൻഡ് സെൻസേഷനായ രച്ചിൻ രവീന്ദ്രയെ എവിടെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതും നോക്കി കാണേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ CSK വളരെ സ്ട്രോങ് ആയ ടീമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. 2023-നേക്കാൾ ഒരുപക്ഷെ മികച്ച ടീമായിട്ടാണ് 2024-ലെ CSK ടീം നമുക്ക് തോന്നുന്നത്. അവർ കിരീടം നിലനിർത്താനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്.
വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.